ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ബയോളജിയിലെ 8th യൂണിറ്റ് ആയിട്ടുള്ള ലെറ്റ്സ് റീഗൻ അവർ ഫീൽഡ്സ് ആണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ലെറ്റ്സ് റീഗൻ അവർ ഫീൽഡ്സിൽ നമ്മൾ ഫസ്റ്റ് തന്നെ പഠിക്കുന്നത് ഫുഡ് സ്കാർസിറ്റിയും ഫുഡ് സെക്യൂരിറ്റിയാണ്. അപ്പോൾ ഇവിടെ ഒരു ഇല്ലുസ്ട്രേഷൻ 8.1 എന്ന് പറഞ്ഞിട്ട് പേജ് നമ്പർ 111 ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, ഒരു ഫ്ലോ ചാർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഫസ്റ്റ് 2 പിക്ചേഴ്സ് ഫുഡ് സ്കാർസിറ്റിയാണ്. അത് കഴിഞ്ഞിട്ട് കൃഷിയൊക്കെ ചെയ്ത് പിന്നെ ഫുഡ് സെക്യൂരിറ്റിയിലേക്ക് വരികയാണ്. ഫുഡ് സ്കാർസിറ്റി എന്ന് പറഞ്ഞാൽ ഈ പട്ടിണി, അവിടെ ഒരു ലാൻഡ് കണ്ടില്ലേ, ഒരു നല്ല വിളവൊന്നുമില്ലാത്ത ഒരു ലാൻഡ്, പിന്നെ പട്ടിണി, അങ്ങനെയുള്ളതാണ് ഫുഡ് സ്കാർസിറ്റി. പിന്നെ ഫുഡ് സെക്യൂരിറ്റി എന്താണെന്ന് പേജ് നമ്പർ 112 പറയുന്നുണ്ട്. Food security is the situation that ensures sufficient food for everyone to lead a healthy life. It is necessary to ensure food security for a better and healthy society where there is no poverty or health issues due to lack of nutrition. അപ്പോൾ ന്യൂട്രീഷനിലുള്ള ലാക്ക് കാരണം ഒരു സൊസൈറ്റി ഹെൽത്തി ആയിരിക്കണമെങ്കിൽ അവിടെ പോവർട്ടിയോ ഹെൽത്ത് ഇഷ്യൂസ്, ലാക്ക് ഓഫ് ന്യൂട്രീഷൻ കാരണമുള്ള ഹെൽത്ത് ഇഷ്യൂസോ അങ്ങനെ ഒന്നും ഇല്ലാതിരിക്കണമെങ്കിൽ ഫുഡ് സെക്യൂരിറ്റി എൻഷുർ ചെയ്യേണ്ടത് മസ്റ്റാണെന്നാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഫുഡ് സെക്യൂരിറ്റി എന്താണെന്ന് വെച്ചാൽ ഇറ്റ്സ് എ സിറ്റുവേഷൻ ദാറ്റ് എൻഷുർസ് സഫിഷ്യൻറ്റ് ഫുഡ് ഫോർ എവറി വൺ ടു ലീഡ് എ ഹെൽത്തി ലൈഫ്. ഒരു ഹെൽത്തി ലൈഫ്, എല്ലാവർക്കും ഒരു ഹെൽത്തി ലൈഫ് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് സഫിഷ്യൻറ്റ് ഫുഡ്, ഹെൽത്തി ഫുഡ് എൻഷുർ ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് ഫുഡ് സെക്യൂരിറ്റി. ക്രൈസിസ് ഇൻ ദി അഗ്രികൾച്ചറൽ സെക്ടർ. വാട്ട് ആർ ദ ഒബ്സ്റ്റാക്കിൾസ് ഫേസ്ഡ് ബൈ ഫാമേഴ്സ് ടുഡേ? അപ്പോൾ അതിൻ്റെ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫിഗർ 8.1. എക്സ്പ്ലോഷൻ ബൈ മിഡിൽമെൻ കൊണ്ട് ഉണ്ടാവുന്ന എക്സ്പ്ലോയിറ്റേഷൻസ്. അപ്പോൾ ഈ കർഷകരും മിഡിൽമെനും തമ്മിൽ ബിസിനസ് കാര്യങ്ങളിലൊക്കെ ചെറിയ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. ഇപ്പോൾ കർഷകർ കൊണ്ടുപോയി കൊടുക്കുന്ന സാധനം അതിൻ്റെ ഇരട്ടി വിലയിലൊക്കെ മിഡിൽമെൻസ് വിൽക്കുകയാണെങ്കിൽ അപ്പോൾ കർഷകർക്ക് അത് നഷ്ടമാണ്. അപ്പോൾ ആ പ്രോബ്ലം ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് എന്താണ്, ഇടയ്ക്കൊക്കെ ക്ലൈമറ്റ് ചേഞ്ച് ചെയ്യുന്നത്, അതും കർഷകർക്ക് വലിയൊരു പ്രോബ്ലമാണ്. പിന്നെ ഫോൾ ഇൻ പ്രൈസ്, ചിലപ്പോൾ ഒക്കെ വില ഭയങ്കര കുറഞ്ഞു പോയി. ധാന്യങ്ങൾക്കൊക്കെ, അരി, ഗോതമ്പ്, പിന്നെ അതുപോലെ പച്ചക്കറികൾക്കൊക്കെ ഫോൾ ഇൻ പ്രൈസസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, അപ്പോൾ പ്രൊഡക്ഷന് കോസ്റ്റ് അധികമാണെങ്കിൽ അതും നഷ്ടമാണ്. പിന്നെ ക്രോപ്പ് ലോസ്, ലാക്ക് ഓഫ് സ്പേസ് ഒക്കെ ഇപ്പോൾ കൂടുതലും ഉള്ളൊരു പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ളൊരു സംഭവമാണ്. ഇപ്പോൾ കൃഷി സ്ഥലങ്ങളൊന്നും അങ്ങനെ എല്ലാം വെട്ടി നിരപ്പാക്കാത്തതുകൊണ്ട് ലാക്ക് ഓഫ് സ്പേസ്. പിന്നെ എൻവയോൺമെൻറ്റൽ ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് ഇഷ്യൂസ്. അത് ജസ്റ്റ് ആ ഡയഗ്രാം ഒന്ന് വായിച്ച് നോക്കിയാൽ പെട്ടെന്ന് മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഫെർട്ടൈൽ സോയിൽ, ദ ബേസിസ് ഓഫ് ഫുഡ് സെക്യൂരിറ്റി. ഫുഡ് സെക്യൂരിറ്റിൻ്റെ ബേസിസ് ആണ് ഫെർട്ടൈൽ സോയിൽ. അപ്പോൾ നല്ല വളക്കൂറുള്ള മണ്ണുണ്ടെങ്കിൽ മാത്രമേ നന്നായിട്ട് കൃഷി ചെയ്യാൻ നടക്കുള്ളൂ. അപ്പോൾ ഈ ഡിസ്ക്രിപ്ഷൻ ഒന്ന് വായിച്ച് നോക്കാം. About 20 different elements are required for the proper growth of plants. 20 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് റിക്വയർഡ് ആണ് പ്രോപ്പർ ഗ്രോത്ത് ഓഫ് പ്ലാന്റ്സ്. നന്നായിട്ട് കൃഷി വിള ഉണ്ടാവണമെങ്കിൽ 20 ഡിഫറെൻറ്റ് എലമെൻറ്റ്സ് റിക്വയർഡ് ആണ്. ദേ ആർ നോൺ ആസ് എസെൻഷ്യൽ എലമെൻറ്റ്സ്. അത് എസെൻഷ്യൽ എലമെൻറ്റ്സ് എന്താണെന്ന് ചോദിച്ചാൽ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് the 20 different elements that are required for the proper growth of plants. They are known as essential elements. Carbon, hydrogen, oxygen, nitrogen, phosphorus, potassium, sulfur, etc. are example of essential elements. അപ്പോൾ കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാസ്യം, സൾഫർ ഇതുപോലുള്ള എസെൻഷ്യൽ എലമെൻറ്റ്സ് ആണ് അതിൻ്റെ എക്സാമ്പിൾസ്. പിന്നെ ഇതെങ്ങനെയാണ് ഉണ്ടാവുന്നതാണ്, ദേ ആർ made naturally available in the soil through decomposition by microorganisms. ഈ മൈക്രോഓർഗാനിസംസിൻ്റെ ഡീകമ്പോസിഷൻ വഴി നാച്ചുറലി അവൈലബിൾ ആണ്, സോയിലിൽ നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഇത് മുഴുവനും. ദി ഫെർട്ടിലിറ്റി ഓഫ് ദ സോയിൽ ക്യാൻ ബി ഇംപ്രൂവ്ഡ് ത്രൂ ദി ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ് ടു. അപ്പോൾ സോയിലുള്ള ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യണമെങ്കിൽ ഫെർട്ടിലൈസേഴ്സും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ദി pH ഓഫ് ദി സോയിൽ ഈസ് ഓൾസോ ആൻ ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ ദാറ്റ് ഇൻഫ്ലുവൻസസ് ദ ഗ്രോത്ത് ഓഫ് ദി പ്ലാന്റ്സ്. അപ്പോൾ സോയിലിൻ്റെ pH ഒക്കെ ഈ പ്ലാന്റ്സ് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ് pH, സോയിലുള്ള pH. അപ്പോൾ ഈ pH വാല്യൂ കണ്ടുപിടിക്കാനും ഈ എലമെൻറ്റ്സിൻ്റെ പ്രസൻസ് കണ്ടുപിടിക്കാനൊക്കെ സോയിൽ ടെസ്റ്റിംഗ് ഒക്കെ നടത്തുന്നുണ്ട്.
പിന്നെ സോയില് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചില ഓർഗാനിസംസ് ഇതുപോലെ ലൈക്ക് ബാക്ടീരിയ, ഫംഗി, ടെർമൈറ്റ്, എർത്ത് വോം എക്സെട്ര ഹെൽപ്പ് ടു ഇൻക്രീസ് സോയിൽ ഫെർട്ടിലിറ്റി. ഈ ഓർഗാനിസംസ് ഒക്കെ സോയിലിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് നാച്ചുറലി സോയിൽ ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ഓർഗാനിസംസ് ആണ്. മൈക്രോബ്സ് ദാറ്റ് പ്രൊവൈഡ് ഫെർട്ടിലൈസേഴ്സ്, പേജ് നമ്പർ 114 താഴെ ഒരു കോളം കാണാം. Microbial fertilizers are substances that contain microorganisms which help to increase the fertility of soil. അപ്പോൾ മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സിനെ കുറിച്ചാണ് പറയുന്നത്. ഈ സോയിലുള്ള മൈക്രോ ഓർഗാനിസംസിനെ സോയിലുള്ള ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് മൈക്രോ ഓർഗാനിസംസിനെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു സബ്സ്റ്റൻസ് ആണ് മൈക്രോബിയൽ ഫെർട്ടിലൈസേഴ്സ്. The presence of microbes enables increase in the soil factor which are essential for plant growth. Bacteria like Rhizobium, Azotobacter, Azospirillum and aquatic plants like Azolla can be used to increase nitrogen content in the soil. And ഇത് യൂസ് ചെയ്യുമ്പോൾ തിങ്സ് ടു ബി ടേക്കൺ കെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. എൻഷുർ ദ അവൈലബിലിറ്റി ഓഫ് ബയോ ഫെർട്ടിലൈസേഴ്സ് ഇൻ ദ സോയിൽ. പ്രോപ്പർ ഇറിഗേഷൻ ഷുഡ് ബി പ്രൊവൈഡഡ്. Chemical fertilizers or chemical pesticides should not be used. Microorganisms can exist in soil only if these precautions are taken. അപ്പോൾ ഈ 3 കാര്യങ്ങളും ടേക്കൺ ആണെങ്കിൽ മാത്രമേ, ഈ 3 കാര്യങ്ങളും സോയിലുണ്ടെങ്കിൽ സോയിലല്ല ഈ 3 പ്രിക്കോഷൻസ് ഉണ്ടെങ്കിൽ മാത്രമേ സോയിലിൽ മൈക്രോ ഓർഗാനിസംസ് എക്സിസ്റ്റ് ചെയ്യുള്ളൂ. ഇനി നമ്മൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സിനെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫാമേഴ്സും അല്ലെങ്കിലും സാധാരണ ആൾക്കാരൊക്കെ ഈ പെസ്റ്റിൻ്റെ പ്രോബ്ലം വന്നാൽ ജനറലി അപ്ലൈ ചെയ്യുന്ന, ഇതിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് ജനറലി അപ്ലൈ ചെയ്യുന്ന പെസ്റ്റിസൈഡ്സ് ആണ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്. അപ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ഡിസ്ട്രോയ് പെസ്റ്റ്സ് ടോട്ടലി, ബട്ട് വെൻ ദ പെസ്റ്റ്സ് അക്വയർ റെസിസ്റ്റൻസ് ദ ക്വാണ്ടിറ്റി ഓഫ് പെസ്റ്റിസൈഡ്സ് ഹാസ് ടു ബി ഇൻക്രീസ്ഡ്. അപ്പോൾ ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് പെസ്റ്റിനൊക്കെ എല്ലാം ഉണ്ടാക്കും, പക്ഷേ ഈ പെസ്റ്റിൻ്റെ ഒക്കെ ഒരു റെസിസ്റ്റൻസ് അക്വയർ ചെയ്യുമ്പോൾ, ഇതിൻ്റെ എണ്ണം കൂടുമ്പോൾ, ക്വാണ്ടിറ്റി കൂടുമ്പോൾ ഇത് പെസ്റ്റിസൈഡ്സിൻ്റെ ക്വാണ്ടിറ്റിയും കൂടും. അപ്പോൾ ഈ കെമിക്കലാണല്ലോ, അപ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കൂടുതലായിട്ട് ഉപയോഗിക്കേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ആ ഒരു വലിയ ക്വാണ്ടിറ്റിയിലുള്ള പെസ്റ്റിനെ ഡിഫീറ്റ് ചെയ്യാൻ കഴിയുള്ളൂ. Excessive application of chemical pesticide causes many environmental health issues. അപ്പോൾ ഈ കൂടുതലായിട്ടുള്ള യൂസേജ്, ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ യൂസേജൊക്കെ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസിനും കാരണമാവും, ഹെൽത്ത് ഇഷ്യൂസിനും. അത് ഏത് ക്രോപ്പിലാണോ ഉള്ളത് അത് കഴിക്കുന്നവർക്കും ഇഷ്യൂ ആവും. പിന്നെ ഇവിടെ ഒരു ക്യാൻസർ പേഷ്യൻറ്റിൻ്റെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് വായിച്ച് നോക്കുക. അതൊരു ക്യാൻസർ പേഷ്യൻസ് കൂടുന്നതാണ് തിരുവനന്തപുരത്ത്. അപ്പോൾ ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ ആ ഒരു യൂസേജ് കൊണ്ട്, ഒരു എക്സസീവ് അപ്ലിക്കേഷൻ ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ്, അതുകൊണ്ട് കുറേ ആൾക്കാർക്ക് ക്യാൻസർ എഫക്റ്റ് ചെയ്തതാണ്. അപ്പോൾ കെമിക്കൽ പെസ്റ്റിസൈഡ്സ് എന്തായാലും കൺട്രോൾ ചെയ്യണം, അത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണെന്ന് വെച്ചാൽ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോൾ എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് ഉണ്ടാവും, പിന്നെ ഹെൽത്ത് ഇഷ്യൂസും, അത് കഴിക്കുന്നവർക്കും ഇഷ്യൂസ് ഉണ്ടാവും. അപ്പോൾ പിന്നെ നമുക്ക് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഈ നാച്ചുറലായിട്ട് ഈ എൻവയോൺമെൻറ്റിനും സോയിലിനും ഈ പേഴ്സൺസിനൊന്നും എഫക്റ്റ് ചെയ്യാതെ, ഹാംഫുൾ അല്ലാതെ എങ്ങനെയാണ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനാണ്. അപ്പോൾ അടുത്ത പേജിൽ നോക്കുക, അതിൽ പറയുന്നുണ്ട് പെസ്റ്റ്സ് ആൻഡ് ദെയർ നാച്ചുറൽ എനിമീസ്. The main reason for this is a fall in the number of organisms that prey on them. Predators, parasites and pathogens of pests can be called natural enemies of pests. The service of these organisms may be effectively utilized in agriculture. അപ്പോൾ ഈ പെസ്റ്റിനെയൊക്കെ കഴിക്കുന്ന വേറെ പെസ്റ്റസ് ഉണ്ടാവുമല്ലോ, ലൈക്ക് ഇവിടെ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, predators, parasites and pathogens. അപ്പോൾ ഈ പെസ്റ്റസൊക്കെ മറ്റുള്ള നമുക്ക് ഹാംഫുൾ ആയിട്ടുള്ള പെസ്റ്റസിനെ നമ്മൾ കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് യൂസ് ചെയ്തിട്ട് ഡിഫീറ്റ് ചെയ്യാൻ നോക്കിയ പെസ്റ്റസിനൊക്കെ കഴിക്കുന്ന പെസ്റ്റസ് ആണെങ്കിൽ, അപ്പോൾ അവർ നമുക്ക് ഹാംഫുൾ ഇല്ലാതെ, നമുക്കും ഹാംഫുൾ ആയിരിക്കില്ല, അവർക്ക് ഭക്ഷണം കിട്ടുകയും ചെയ്യും. അങ്ങനെ ചെയ്യുന്നത് ഈ ദി സർവീസ് ഓഫ് ദീസ് ഓർഗാനിസംസ് മേ ബി എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ഇൻ അഗ്രികൾച്ചർ. അത് എഫക്റ്റീവ്ലി യൂട്ടിലൈസ് ആവുമെന്നാണ് പറയുന്നത്. പിന്നെ IPM കുറിച്ചാണ് നമ്മൾ പഠിക്കാനുള്ളത്, ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്. The basic principle of integrated
Pest management or IPM is not the destruction of pests totally. Instead, it tries to prevent the multiplication of pests and to limit their number without loss of crop. This eco-friendly method ensures pest control without disturbing the environment. This is done by reducing the use of chemical pesticides and encouraging the application of biopesticides, natural enemies of pests, mechanical pest control, etc. അപ്പോൾ ഈ IPM കൊണ്ട് അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ് കൊണ്ട് എങ്ങനെയാണ് ഒരു എക്കോ ഫ്രണ്ട്ലി മെത്തേഡാണിത്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാമെന്നാണ് ഇതിൽ പറഞ്ഞിട്ടുള്ളത്. ഈ എൻവയോൺമെൻറ്റിന് ഒരു ഡിസ്റ്റർബും ഇല്ലാതെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാനാവുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ യൂസേജ് ദിസ് ഈസ് ഡൺ ബൈ റെഡ്യൂസിങ് ദി യൂസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് ആൻഡ് എൻകറേജിങ് ദി ആപ്ലിക്കേഷൻ ഓഫ് ബയോപെസ്റ്റിസൈഡ്സ്, നാച്ചുറൽ എനിമീസ് ഓഫ് പെസ്റ്റസ്, മെക്കാനിക്കൽ പെസ്റ്റ് കൺട്രോൾ എക്സെട്ര. അപ്പോൾ ഇതൊക്കെ യൂസ് ചെയ്തിട്ടാണിത് ഡൺ ചെയ്യുന്നത്. ശരിക്കും നടത്തുന്നത് ഇങ്ങനെയാണ്. പിന്നെ അതിൻ്റെ സൈഡ് ബോക്സിൽ ഒരു മോഡേൺ ടെക്നോളജി ആൻഡ് പെസ്റ്റസ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കൊടുത്തിട്ടുണ്ട്. വിത്ത് ദ ഹെൽപ്പ് ഓഫ് മോഡേൺ ടെക്നോളജി ഇറ്റ് ഈസ് പോസിബിൾ ടു ഡെവലപ്പ് ആർട്ടിഫിഷ്യൽ ഫെറോമിൻ ട്രാപ്സ് വിച്ച് ആർ നോട്ട് എക്സ്പോസ്ഡ് ടു എനി കെമിക്കൽ ആൻഡ് ഫിസിക്കൽ ചേഞ്ച്. അപ്പോൾ ഫെറോമിൻ ട്രാപ്സ് വെച്ചിട്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യുന്ന കുറേ പുതിയ പുതിയ ടെക്നോളജീസ്, മോഡേൺ ടെക്നോളജീസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ കഴിയും. കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യാതെ, ഒരു ഹാംഫുൾ ഇല്ലാതെ പെസ്റ്റിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കുറേ മാർഗ്ഗങ്ങൾ ഇപ്പോൾ മോഡേൺ ടെക്നോളജിയിൽ ഉണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ പഠിക്കാൻ പോകുന്നത് വേസ്റ്റ് മാനേജ്മെൻറ്റിനെ കുറിച്ചാണ്. വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് സസ്റ്റൈനബിൾ അഗ്രികൾച്ചർ. ഈ മോഡേൺ സൊസൈറ്റി ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രോബ്ലമാണ് ഡിസ്പോസൽ ഓഫ് ഓർഗാനിക് വേസ്റ്റ്. ഈ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ എവിടെ ഡിസ്പോസ് ചെയ്യുന്ന അറിയാത്തൊരവസ്ഥ. അപ്പോൾ അതെങ്ങനെയാണ് ഓവർകം ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത്. ബൈ കമ്പോസ്റ്റിംഗ്, ബയോഗ്യാസ് പ്രൊഡക്ഷൻ, ഫോഡർ പ്രൊഡക്ഷൻ, പോൾട്രി ഫോഡർ പ്രൊഡക്ഷൻ, പ്രൊഡക്ഷൻ ഓഫ് ഫിഷ് ഫീഡ്. ഇത് വായിച്ചാൽ തന്നെ മനസ്സിലാവും. പേജ് നമ്പർ 117. പിന്നെ ഇവിടെ ഒരു ഫിഗർ 8.2 എന്ന് പറഞ്ഞിട്ട് ഒരു ബയോഗ്യാസ് പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ബയോഗ്യാസ് പ്ലാന്റ്സ് ഒക്കെ ഫ്ലാറ്റ്സിലും സ്കൂൾസിലൊക്കെ ഈ ഫുഡ് ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള ഫുഡ് ഐറ്റംസൊക്കെ ഡെപ്പോസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ബയോഗ്യാസ് പ്ലാന്റ്സും ബയോഗ്യാസ് പ്രൊഡക്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ വേസ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. പിന്നെ അതിൽ നിന്ന് കിട്ടുന്ന വളം, ഈ ബയോഗ്യാസ് എന്നാണെങ്കിൽ അതിൽ നിന്നൊരു സ്ലറി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ലിക്വിഡാണ് കിട്ടുക. അത് വളമായിട്ട് യൂസ് ചെയ്യാനും പറ്റുന്നതാണ്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് റീപ്പിംഗ് ഡൈവേഴ്സിറ്റി. ദർ ആർ ഡിഫറെൻറ്റ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ് വിച്ച് ഹെൽപ്പ് ടു ഏൺ ബെറ്റർ ഇൻകം ത്രൂ എ സയൻറ്റിഫിക് അപ്രോച്ച്. അപ്പോൾ കൃഷി അല്ലാതെ ബെറ്റർ ഇൻകം ഏൺ ചെയ്യാൻ പറ്റുന്നൊരു കുറച്ച് ഫാമിംഗ് മെത്തേഡ്സാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ പേജ് നമ്പർ 118, 119, 120 ഈ 3 പേജിലായിട്ട് കുറേ കോളംസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കാം. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ റിയറിങ് കാറ്റിൽ ഫോർ മിൽക്ക്, മീറ്റ് ആൻഡ് അഗ്രികൾച്ചറൽ പർപ്പസസ്. അപ്പോൾ ഈ പശു, കാറ്റിൽസിനൊക്കെ, നാൽക്കാലികളൊക്കെ വളർത്തുന്നതാണ് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് ഓഫ് കാറ്റിൽസ്, കുറച്ച് വെറൈറ്റീസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. കൗ, ബഫലോ, ഗോട്ട്, ഈ 3 നാൽക്കാലികളുടെ കുറേ ഇമ്പോർട്ടൻറ്റ് വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്. മസ്റ്റ് ലേൺ ആണിത്. അപ്പോൾ അത് ജസ്റ്റ് കുറച്ച് വെറൈറ്റീസും അത് ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ് എന്താണെന്നും പഠിച്ചു വെക്കുക. പിന്നെ അതുപോലുള്ള കുറേ എണ്ണമുണ്ട്. പോൾട്രി ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ എഗ്ഗിനും മീറ്റിനും വേണ്ടിയിട്ട് ബേഡ്സിനെ റിയർ ചെയ്യുന്നതാണ്. പിന്നെ സെറികൾച്ചർ, സിൽക്ക് വോംസിനെ, ഈ സിൽക്കിന് വേണ്ടിയിട്ട് സിൽക്ക് വോംസിന്, പട്ടുനൂൽപ്പുഴുകളെ റിയർ ചെയ്യുന്നതാണ്. പിന്നെ പിസികൾച്ചർ, ഈ ഫിഷസ്. പിന്നെ ഫ്ലോറികൾച്ചർ, ഫ്ലവേഴ്സ്. എപ്പിക്കൾച്ചർ, ഹണി ബീസ്. ക്യൂനികൾച്ചർ, റാബിറ്റ്സ്. മഷ്റൂം കൾച്ചർ, മഷ്റൂം തന്നെ. പിന്നെ ഹോർട്ടിക്കൾച്ചർ, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ്. പിന്നെ മെഡിസിനൽ പ്ലാന്റ് കൾട്ടിവേഷനാണ്. ഈ കുറച്ച് വെറൈറ്റീസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബേസിൽ, അലോ, നീം, അടുത്തോട, സിഡ, വെട്ടിവേര, അങ്ങനെ കുറേ വെറൈറ്റീസ് ഉണ്ട്. അപ്പോൾ മെഡിസിനൽ പ്ലാന്റ്സിൻ്റെ കൾട്ടിവേഷൻ അതൊക്കെയാണ് ഇതിലുള്ളത്. ഈ കോളംസ് വായിച്ച് നോക്കിയാൽ തന്നെ അതെല്ലാം മനസ്സിലാവും. പിന്നെ കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ റിലേറ്റഡ് ടു വേരിയസ് അഗ്രികൾച്ചറൽ സെക്ടേഴ്സ്. ടേബിൾ 8.2 കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. അതൊക്കെ പഠിച്ചു വെച്ചാൽ ഇതിൽ സെക്ടേഴ്സും പ്രോഡക്ട്സും വെറൈറ്റീസും കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. സോ ഫസ്റ്റ് വൺ പിസികൾച്ചറാണ്. അതിൻ്റെ പ്രൊഡക്ട്സ് ഫിഷിൻ്റെ മീറ്റാണ്. പിന്നെ വെറൈറ്റീസും കൊടുത്തിട്ടുണ്ട്. പേൾ സ്പോട്ട്, രോഹു, അതുപോലെ ബാക്കിയുള്ള എല്ലാം. പിന്നെ ഹണി ബീസ് വരുന്നുണ്ട്. മഷ്റൂം കൾച്ചർ, ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, റിയറിങ് ഓഫ് റാബിറ്റ്സ്, ക്യൂനികൾച്ചർ. പിന്നെ
ഈ സിൽക്ക് വോംസിൻ്റെത്, പിന്നെ പോൾട്രി ഫാമിംഗ്. അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് പഠിക്കാനുള്ളത് ഹൈടെക് ഫാമിങ്ങിനെ കുറിച്ചാണ്. അപ്പോൾ ഇവിടെ ഒരു ന്യൂസ് പേപ്പർ റിപ്പോർട്ടുണ്ട്. കമോൺ ഫാമേഴ്സ്, ബി ഹൈടെക്. ഫാമേഴ്സ് ഇൻ ദി ഡിസ്ട്രിക്ട് ഹാവ് ബീൻ എൻകറേജ് ടു എൻ്റർ ഹൈടെക് ഫാമിംഗ്. അപ്പോൾ ഫാമേഴ്സൊക്കെ ഹൈടെക് ആവാൻ പോവുകയാണെന്നാണ് കൊടുത്തുള്ളത്. വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് അഡോപ്റ്റിംഗ് മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്? അപ്പോൾ ഈ ഒരു മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസ് അതിൻ്റെ അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. ക്യാൻ ഇൻക്രീസ് പ്രൊഡക്ഷൻ, കാൻ കൺട്രോൾ വീഡ്സ് ആൻഡ് പെസ്റ്റസ്. അതുപോലുള്ള കുറച്ച് അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഫില്ല് ചെയ്ത് കൊടുക്കുക. പിന്നെ ക്ലൈമറ്റ് ചേഞ്ച് ഈസ് ആൻഡ് ദ ഇമ്പോർട്ടൻറ്റ് ക്രൈസിസ് ഇൻ ദി അഗ്രികൾച്ചറൽ സെക്ടർ. ക്ലൈമറ്റ് ചേഞ്ച് ഒരു ഇമ്പോർട്ടൻറ്റ് ക്രൈസിസ് ആണ് ഈ അഗ്രികൾച്ചറൽ സെക്ടറിലുള്ള. ദി അൺപ്രഡിക്റ്റബിൾ climate adversely affect traditional farming methods. The techniques that are used to overcome these challenges are gaining currency nowadays. അപ്പോൾ ഈ ഒരു പുതിയ മോഡേൺ ടെക്നിക്സ് ഈ ട്രഡീഷണൽ ഫാമിംഗ് മെത്തേഡ്സിനേക്കാളും മോഡേൺ ആയിട്ടുള്ള ടെക്നിക്സ് വരുമ്പോൾ ഈ ക്ലൈമറ്റിൻ്റെ ക്രൈസിസൊക്കെ നമുക്ക് എന്താ പറയുക ഓവർകം ചെയ്യാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് മോഡേൺ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ്, കുറച്ച് ഒരു ഹൈടെക് ഫാമിംഗ് മെത്തേഡ്സ് കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് വൺ പോളി ഹൗസ് ഫാമിംഗ്. അപ്പോൾ വാട്ട് ഈസ് പോളി ഹൗസ് ഫാമിംഗ്? ആ ഫസ്റ്റ് 3 ലൈൻസ് ആണ്. പോളി ഹൗസ് ഈസ് എ സ്പെഷ്യൽ കൈൻഡ് ഓഫ് അറേഞ്ച്മെൻറ്റ് ഇൻ വിച്ച് എ ക്രോപ്പ് ഫീൽഡ് ഈസ് കംപ്ലീറ്റ്ലി ഓർ പാർഷ്യലി കവർഡ് ബൈ ട്രാൻസ്പാരൻറ്റ് പോളിത്തീൻ ഷീറ്റ്സ്. അപ്പോൾ പോളിത്തീൻ ഷീറ്റ്സ് കൊണ്ട് മറിച്ചിട്ടുള്ള ഒരു കൂര പോലെ ഒരു അറേഞ്ച്മെൻ്റ് ആണ് പോളി ഹൗസ് ഫാമിംഗ്. അപ്പോൾ അത് ആ ഒരു പാരഗ്രാഫ് വായിച്ചാൽ ജസ്റ്റ് മനസ്സിലാവുന്നതേ ഉള്ളൂ. ഇത് പോളി ഹൗസ് ഫാമിംഗ് ഒക്കെ ഇപ്പോൾ കൂടുതലും ഗാർഡൻസിലും നഴ്സറീസിലൊക്കെ വരുന്നതാണ്. അപ്പോൾ പലരും കണ്ടിട്ടും ഉണ്ടാവും. പിന്നെ അടുത്തതായിട്ട് വരുന്നത് പ്രസിഷൻ ഫാമിംഗ്. The nature of soil, quantity of elements in the soil, pH value of soil, presence of water, etc. in the crop field are tested using modern technology and appropriate crops are selected for cultivation. അപ്പോൾ ഇതൊരു പ്രസിഷൻ ഫാമിംഗ് എന്ന് പറഞ്ഞാൽ ഈ സംഭവങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാനും പിന്നെ ഈ മെത്തേഡ് ഓഫ് ഫാമിങ്ങിൽ ദി നാച്ചർ ഓഫ് സോയിൽ, ക്വാണ്ടിറ്റി ഓഫ് എലമെൻറ്റ്സ് ഇൻ ദി സോയിൽ, pH വാല്യൂ ഓഫ് സോയിൽ, ഈ ക്രോപ്പ് ഫീൽഡിലൊക്കെ ഇതൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് മോഡേൺ ടെക്നോളജി യൂസ് ചെയ്തിട്ട് ടെസ്റ്റ് ചെയ്യുന്നതാണ് പറയുന്നത്. എന്നിട്ട് അപ്രോപ്രിയേറ്റ് ക്രോപ്സ് കൾട്ടിവേഷന് വേണ്ടി സെലക്ട് ചെയ്യും. പിന്നെ ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറയാണ്, ബൈ കവറിങ് ദി സോയിൽ യൂസിങ് പോളിത്തീൻ ഷീറ്റ് വി ക്യാൻ എഫക്റ്റീവ്ലി കൺട്രോൾ വീഡ്സ് ആൻഡ് ഓൾസോ ലിമിറ്റ് ഇറിഗേഷൻ. പിന്നെ നമുക്ക് വരുന്നത് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിലാണ്, മണ്ണ് യൂസ് ചെയ്യാതെ കൾട്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെന്താണ് അതിൻ്റെ അഡ്വാൻറ്റേജസ് പറയുന്നത്? ഈസ് ഇറ്റ് പോസിബിൾ ടു ഓവർകം ദി ക്രൈസിസ് ഇൻ അഗ്രികൾച്ചർ ലൈക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഇൻ സോയിൽ ടെക്സ്ചർ, ലാക്ക് ഓഫ് ഇറിഗേഷൻ ഫെസിലിറ്റി എക്സെട്ര. അപ്പോൾ അതിനൊക്കെ ഓവർകം ചെയ്യാൻ പറ്റുന്ന ഒരു പോസിബിൾ വേ ആണ് കൾട്ടിവേഷൻ വിത്തൗട്ട് സോയിൽ. സയൻസ് ഹാസ് പ്രൂവ്ഡ് ദാറ്റ് cultivation is possible in the absence of soil, even though there are limitations to popularize it as a method of cultivation. Aeroponics and hydroponics are examples for this. അപ്പോൾ ഇതിൻ്റെ 2 എക്സാമ്പിൾസ് ആണ് ഫിഗർ 8.5 and 8.6, ഹൈഡ്രോപോണിക്സും എയറോപോണിക്സും. അപ്പോൾ എന്താണ് ഹൈഡ്രോപോണിക്സ്? ഇൻ ഹൈഡ്രോപോണിക്സ് പ്ലാന്റ്സ് ആർ ഗ്രോൺ ഇൻ ന്യൂട്രിയൻ സൊല്യൂഷൻ. അപ്പോൾ ഒരു ന്യൂട്രിയൻ സൊല്യൂഷനിലാണ് ഈ പ്ലാന്റ്സ് ഗ്രോ ചെയ്യുക ഹൈഡ്രോപോണിക്സിൽ. പിന്നെ ഇൻ എയറോപോണിക്സ് plants are grown in such a way that their roots grow into air and nutrients are sprayed directly on roots. അപ്പോൾ എയറോപോണിക്സിൽ എയറിൽ റൂട്ട്സ് വളർന്നിട്ട് അങ്ങനെ പ്ലാന്റ് ഗ്രോ ചെയ്യുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ അതിന് വേണ്ട ന്യൂട്രിയൻസൊക്കെ ഡയറക്റ്റായിട്ട് റൂട്ടിൽ തന്നെ സ്പ്രേ ചെയ്യുകയാണെന്നാണ് പറയുന്നത്. പിന്നെ അതിൻ്റെതായ ഇൻഡിക്കേറ്റേഴ്സിൽ 3 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. In modern agricultural practices, hybrids are used to ensure productivity. There are also agreements in support of a return of traditional agricultural practices because it is beneficial to nature and humans. It is also argues that modern methods have many limitations. In traditional agricultural practices, indigenous varieties are used. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുള്ളത്, ഈസ് ഇറ്റ് എസെൻഷ്യൽ ടു റിറ്റെയിൻ ഇൻഡിജിനിയസ് വെറൈറ്റീസ് when many hybrid varieties are available? അപ്പോൾ ഹൈബ്രിഡ് വെറൈറ്റീസ് അവൈലബിൾ ആയിട്ടിരിക്കുമ്പോൾ ഈ ഇൻഡിജീനിയസ് വെറൈറ്റീസ് റീറ്റെയിൻ ചെയ്യുന്നത് എസെൻഷ്യൽ ആണെന്നാണ് ചോദിക്കുന്നത്.
അതിന് ഇവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്, അത് ജസ്റ്റ് വായിച്ച് നോക്കുക. Given below are a few indigenous varieties. Expand the table collecting more information. Table 8.4 and 8.3 and 8.4. അപ്പോൾ അതിൽ ഫസ്റ്റ് കുറച്ച് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾ വെറൈറ്റീസ് കൊടുത്തിട്ടുണ്ട്, പിന്നെ ആനിമൽസിനെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ക്രോപ്സും അതിൻ്റെ വെറൈറ്റീസും ആനിമൽസും അതിൻ്റെ വെറൈറ്റീസും നമ്മൾ നേരത്തെ പഠിച്ച ഈ ക്രോപ്സ് ഇതിൽ കൊടുത്തില്ല, ആനിമൽസിൻ്റെ വെറൈറ്റീസ് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ലൈഫ് സ്റ്റോക്ക് മാനേജ്മെൻറ്റ്, പോൾട്രി ഫാമിങ് അതിലൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ഇൻഫോർമേഷൻ കളക്ട് ചെയ്തിട്ട് ആ ടാബിൾ എക്സ്പാൻഡ് ചെയ്യാം. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ ഫാമേഴ്സിന് ഈ മിഡിൽ മാനിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ പേജ് നമ്പർ 124, സപ്പോർട്ടിംഗ് ഓർഗനൈസേഷൻസ്. Agricultural societies that help farmers to market their products without the help of mediators are on the rise these days. The facility of storage of items such as pepper, coconut, coconut, rice, vegetables, etc. is also ensured along with marketing facilities. They can sell such stored products when prices are high in the market and make profit. Loans at low interest rates are also made available to them. അപ്പോൾ ഈ പ്രോഡക്റ്റ്സ് ഒന്നും മിഡിൽ മാന് കൊടുക്കാതെ കർഷകർ തന്നെ അവർ തന്നെ കൃഷി ചെയ്തിട്ട് അവർ തന്നെ പോയി മാർക്കറ്റ്സിലൊക്കെ പോയി വിറ്റിട്ട് കാശ് ഉണ്ടാക്കുന്ന ഒരു ഓർഗനൈസേഷനാണ് ഇപ്പോൾ പരിചയപ്പെട്ടത്. അഗ്രികൾച്ചറൽ സൊസൈറ്റീസ് ദാറ്റ് ഹെൽപ്പ് ഫാമേഴ്സ് ടു മാർക്കറ്റ് ദെയർ പ്രൊഡക്ട്സ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് മീഡിയേറ്റേഴ്സ്. പിന്നെ അടുത്തത് ഓർഗനൈസേഷൻസ് ഓൺലൈൻ ഓർഗനൈസേഷൻസ് ആണ്. അപ്പോൾ ഈ കോവിഡ് ടൈമിലൊക്കെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. With the rise in demand of organic products, online organizations of farmers are gaining importance. These organizations help to identify customers for their quantity organic products and ensure higher prices. Thus, modern media opens up not only a wide window for marketing but also possibilities to share knowledge and experiences. അപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് തന്നെ ഈ മാർക്കറ്റ് ചെയ്യാൻ മാത്രമല്ല ഇവരുടെ നോളജും എക്സ്പീരിയൻസും ഒക്കെ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടുമുള്ളൊരു പോസിബിലിറ്റി ഓൺലൈനിൽ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ നല്ല രണ്ട് ഓർഗനൈസേഷൻസ് ആണ്. പിന്നെ അവിടെ ഒരു ഫാർമറിൻ്റെ ഡയറി തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് വായിച്ച് നോക്കുക. അതിലുള്ളത് അയാൾ നല്ല പ്രൗഡായിട്ട് പറയുന്നതാണ്. ഫാമിങ്ങിന് വേണ്ടി കുറച്ച് സമയം ചിലവഴിച്ചതുകൊണ്ട് മാത്രം അയാൾക്ക് എന്തൊക്കെ നേടാൻ പറ്റി എന്നുള്ളത് പറയുന്നതാണ്. അപ്പോൾ അത് വായിച്ച് നോക്കിയിട്ട് ഒപ്പീനിയൻ എഴുതാനൊക്കെ ഉണ്ട്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ തരുന്നുണ്ട്, ഡു യു തിങ്ക് ദാറ്റ് ദ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഓഫ് ദ ഫാമർ ഈസ് സയൻറ്റിഫിക് വേയിലൂടെയാണോ ഈ അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് ഒക്കെ കർഷകർ ചെയ്യുന്നതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ വാട്ട് ഈസ് സയൻറ്റിഫിക് മെത്തേഡ്? അപ്പോൾ ഇവിടെ ഒരു നോട്ട് തന്നിട്ടുണ്ട്, അത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ എന്താണ് സയൻറ്റിഫിക് മെത്തേഡ് എന്ന് കിട്ടും. The scientific method includes identifying the problem, collecting information through observation, experimentation, etc., analysis of collected information, formulation of proper inference, and improvement of the inference through continuous inquiry. Scientists follow this method. Science is a means to solve problems by applying acquired knowledge as well as to create a better future. അപ്പോൾ സയൻറ്റിസ്റ്റൊക്കെ ഫോളോ ചെയ്യുന്നൊരു മെത്തേഡാണ് സയൻറ്റിഫിക് മെത്തേഡ്. അപ്പോൾ അത് ഫാമേഴ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ മുകളിലുള്ള ആ ഫാർമറിൻ്റെ ആ ഒരു ഡയറി വായിച്ചാൽ ഈ ഫാമേഴ്സ് സയൻറ്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാവും. അപ്പോൾ അത് ജസ്റ്റ് വായിച്ചിട്ട് എക്സാമിൻ ചെയ്യാം. അപ്പോൾ ആ ഒരു ഡയറി നോട്ട് വായിച്ചാൽ തന്നെ മനസ്സിലാവും, ദ ഫാമർ ഈസ് വൺ ഹു അപ്ലൈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ഫാർം ചെയ്യുന്നവരാണ് ഫാമേഴ്സ്. അപ്പോൾ ഒരു റിയൽ ഫാർമർ ഈ സയൻറ്റിഫിക് മെത്തേഡ്സ് ഒക്കെ യൂസ് ചെയ്തിട്ട് കൃഷി ചെയ്യുന്ന ഒരു റിയൽ ഫാമർ ഇൻഫാക്റ്റ് ഒരു സയൻറ്റിസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ദീസ് സയൻറ്റിസ്റ്റ് ആർ ദ വൺസ് ഹൂ സസ്റ്റെയിൻ എ സൊസൈറ്റി, പീപ്പിൾ ഹൂ ഡിസേർവ് റെക്കഗ്നേഷൻ മോർ ദാൻ എനി അതേഴ്സ്. വൈൽ ഈറ്റിംഗ്, ഡു വി റിക്കലക്ട് ദാറ്റ് ഇറ്റ് ഈസ് ദ റിസൾട്ട് ഓഫ് ദ ഹാർഡ് വർക്ക് ഓഫ് എ ഫാമർ? അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം എന്നാണ്, ഒരു ഫാർമറിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ് നമ്മൾ കഴിക്കുന്ന ഓരോ ഭക്ഷണങ്ങളും. ഫ്രൂട്ട്സ് ആയാലും റൈസ് ആയാലും എന്താണെങ്കിലും അത് ഒരു ഫാർമറിൻ്റെ ഹാർഡ് വർക്കിൻ്റെ റിസൾട്ടാണ്. അപ്പോൾ ഫാമേഴ്സ് മാത്രം ഇങ്ങനെ ഇതിൽ എൻഗേജ്ഡ് ആകുമ്പോൾ ബാക്കി ആർക്കും പ്യുവർ ആൻഡ് ഫ്രഷ് ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരും ഇൻഡിവിജ്വലി ആൻഡ് ഓർ ഇൻ ഗ്രൂപ്പായിട്ടും ഇൻഡിവിജ്വലായിട്ടും ഈ ഒരു രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആയിട്ട് സൺഡേ ഫാമിംഗ്, ഫാമിലി ഫാമിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട്
സൊസൈറ്റിയിലേക്ക് വരുന്നതിനെ കുറിച്ചാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൻ്റെ ഈ സൺഡേ ഫാമിംഗ്, ഫാമിലി ഫാമിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്ടിവിറ്റീസിൻ്റെ, ഈ ഗ്രൂപ്പ് ആക്ടിവിറ്റീസിൻ്റെ ഒക്കെ അഡ്വാൻറ്റേജസ് എന്താണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. യൂട്ടിലൈസേഷൻ ഓഫ് ബാരൻ ലാൻഡ്, പെസ്റ്റിസൈഡ് ഫ്രീ ഫുഡ്, എക്സസൈസ് ഫോർ ദ ബോഡി, റീക്രിയേഷൻ. അപ്പോൾ 4 ഇമ്പോർട്ടൻറ്റ് അഡ്വാൻറ്റേജസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ അത് ജസ്റ്റ് വായിച്ച് നോക്കിയാൽ മനസ്സിലാവുന്നതേ ഉള്ളൂ. പിന്നെ ഉള്ളത്, ദർ ആർ മെനി പീപ്പിൾ ടുഡേ ഹു വിഷ് ടു സെറ്റ് അപ്പ് ദെയർ ഓൺ വെജിറ്റബിൾ ഗാർഡൻ ആഫ്റ്റർ റിയലൈസിംഗ് ദി സീരിയസ്നെസ് ഓഫ് ഹെൽത്ത് പ്രോബ്ലംസ് കോസ്ഡ് ബൈ ഫുഡ് ഐറ്റംസ് ദാറ്റ് കണ്ടെയ്ൻ പെസ്റ്റിസൈഡ്സ്. വാട്ട് ആർ ദ മെയിൻ ഒബ്സ്റ്റാക്കിൾസ് ഇൻ ദെയർ വേ? ഇപ്പോൾ ഈ കെമിക്കൽ പെസ്റ്റിസൈഡ്സിൻ്റെ ഒക്കെ യൂസ് കൊണ്ട് ഈ ഫുഡ് ഐറ്റംസിൽ ഒക്കെ കോസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ ഹെൽത്തിന് കോസ് ചെയ്യുന്ന പ്രോബ്ലംസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചിട്ട് സ്വന്തമായിട്ട് ഒരു ഗാർഡൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അവർക്ക് എന്തൊക്കെയാണ് മെയിൻ ഒബ്സ്റ്റാക്കിൾസ് ഇൻ ദെയർ വേ, അവർക്ക് എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ എന്നാണ് നോക്കേണ്ടത്. ലാക്ക് ഓഫ് സ്പേസ്, സ്ഥലത്തിൻ്റെ പ്രശ്നം ഉണ്ടാവാൻ മതി. പിന്നെ ഉള്ളത് അവൈലബിലിറ്റി ഓഫ് സീഡ്, ഈ വിത്തുകളുടെ അവൈലബിലിറ്റി ഇല്ലാതുള്ളത്. പിന്നെ ഇഗ്നറൻസ് ഓഫ് ന്യൂട്രിയറിങ്, അപ്പോൾ ന്യൂട്രിയൻസിൻ്റെ ഒക്കെ ഇഗ്നോറൻസ്, അതൊക്കെ അവരുടെ പ്രോബ്ലംസ് ആണ്. അപ്പോൾ അതിനുള്ള പോസിബിലിറ്റീസ് ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ പിക്ചേഴ്സ് നോക്കുക. ഫിഗർ 8.7, 8.8, 8.9. ടെറസ് കൾട്ടിവേഷൻ, ടെറസിൽ കൾട്ടിവേറ്റ് ചെയ്യുന്ന പ്ലാന്റ്സ്. അപ്പോൾ ടെറസിലാവുമ്പോൾ ലാക്ക് ഓഫ് സ്പേസിൻ്റെ പ്രശ്നം വരില്ല. പിന്നെ ഗ്രോ ബാഗ് കൾട്ടിവേഷൻ ആൻഡ് വെർട്ടിക്കൽ ഫാമിംഗ്, ഇതൊക്കെ അതിനുള്ള പോസിബിലിറ്റീസ് ആണ്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും കൃഷി ചെയ്യാമെന്നാണ് പറയുന്നത്. There are many institutions which make available facilities for agriculture. The government plans are implements many projects to promote agriculture. Awards are instituted in order to encourage youngsters into agriculture and to recognize outstanding skills. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറേ ഇൻഫോർമേഷൻസ് കളക്ട് ചെയ്യാനൊക്കെ പറയുന്നുണ്ട്. This chapter deals with the possibilities to overcome some crisis in the agricultural sector. അപ്പോൾ ഈ ചാപ്റ്ററിൽ കണ്ടെയ്ൻ ചെയ്യുന്നത് കുറച്ച് ക്രൈസിസ്, ഈ ഫാമേഴ്സും അഗ്രികൾച്ചറൽ സെക്ടറിൽ സാധാരണയായിട്ട് കണ്ടുവരുന്ന കുറച്ച് ക്രൈസിസൊക്കെ ഓവർകം ചെയ്യാനുള്ള പോസിബിലിറ്റീസിൻ്റെ അതൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു ചെറിയ ചാപ്റ്ററാണിത്. അപ്പോൾ കുറേ ഇമ്പോർട്ടൻ്റ് ഐഡിയാസ് ആഡ് ചെയ്തിട്ടൊരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാണ്ട്, ടേബിൾ 3.5. അപ്പോൾ അതിൽ ക്രൈസിസും പോസിബിലിറ്റീസ് ടു ഓവർകം ഉണ്ട്. ക്ലൈമറ്റ് ചേഞ്ച്, പോളിഹൗസ് ഫാമിംഗ്, ഹൈഡ്രോപോണിക്സ്, എൻവയോൺമെൻറ്റ് ഡിസ്ട്രക്ഷൻ ആൻഡ് ഹെൽത്ത് പ്രോബ്ലംസ്, സയൻറ്റിഫിക് ആപ്ലിക്കേഷൻ ഓഫ് ഫെർട്ടിലൈസേഴ്സ്, ഇൻറ്റഗ്രേറ്റഡ് പെസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് വേസ്റ്റ് ഡിപ്പോസൽ. പിന്നെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ക്രോപ്പ് ലോസ്, ലാക്ക് ഓഫ് സ്പേസ്, ഫാൾ ഇൻ പ്രൈസ്, അതിൻ്റെയൊക്കെ പോസിബിലിറ്റീസ് ടു ഓവർകം. അത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്യാം. ഈ ഒരു ടാബിളിൽ കണ്ടെയ്ൻ ചെയ്യുന്ന ആ കുറച്ച് കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ ഒരു പാഠത്തിൽ പഠിക്കാനുള്ളൂ. പിന്നെ ഇതിലുള്ളത് ലെറ്റസ് എസ്സസ് ആണ്. ഈ പേജ് നമ്പർ 128 ലെറ്റസ് എസ്സസ് ഉള്ളത്. അപ്പോൾ അതിൽ 4 ഈസി ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഫസ്റ്റ് വൺ, ക്യൂണിക്കൾച്ചർ ഈസ് റിലേറ്റഡ് ടു വാട്ട്? അപ്പോൾ അതിൻ്റെ ആൻസർ ആ കോളംസ് വായിച്ചാൽ തന്നെ മനസ്സിലാവും. പിന്നെ സെക്കൻഡ് വൺ, ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ് വെറൈറ്റീസ് പ്രൊവൈഡ് ഹൈ yield. ദെൻ വാട്ട് ഈസ് ദ നീഡ് ഓഫ് നേറ്റീവ് വെറൈറ്റീസ്? അപ്പോൾ ഈ ഹൈബ്രിഡ് വെറൈറ്റീസ്, ഹൈ ക്വാളിറ്റി ഹൈബ്രിഡ് വെറൈറ്റീസ് ഹൈ yield ഉണ്ടാക്കുമ്പോൾ എന്തിനാണ് നേറ്റീവ് വെറൈറ്റീസ് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസ് റെക്കോർഡ് ചെയ്യുക. പിന്നെ തേർഡ് വൺ, വിച്ച് ഈസ് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ടു റെഡ്യൂസ് ക്രോപ്പ് ലോസ് ഡ്യൂ ടു പെസ്റ്റസ്? അപ്പോൾ ഈ ക്രോപ്പ് ലോസ്, പെസ്റ്റസ് കാരണമുള്ള ക്രോപ്പ് ലോസ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ദ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വേ ഏതാണെന്നാണ് ചോദിക്കുന്നത്. അതും ഇവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, അതിൽ നിന്ന് സെലക്ട് ചെയ്യുക. പിന്നെ ഫോർത്ത് വൺ, ലോവർ പ്രൈസ് ഡ്യൂറിങ് ഹയർ ലീഡ് സജസ്റ്റ് എ പ്രാക്ടിക്കൽ സൊല്യൂഷൻ ടു ഓവർകം ദിസ് ക്രൈസിസ് ഫേസ്ഡ് ബൈ ഫാമേഴ്സ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിന് ഓവർകം ചെയ്യാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനൂടെ പറയുന്നുണ്ട്. അതും ജസ്റ്റ് എഴുതുക. പിന്നെ ഇതുകൂടി കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ ഫിനിഷ് ചെയ്യാണ്. താങ്ക് യു.